ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലെ ആദ്യത്തെ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു. യൂറോപ്പിൽ നിന്നും ഒരു വിദേശ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. മോണ്ടനഗ്രൻ താരമായ ഡുസാൻ ലഗാറ്റോറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാം. മോണ്ടനഗ്രൻ താരമായ ഇദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടാണ് കളിക്കുന്നത്. ഹംഗേറിയൻ ക്ലബിന് ഫീ നൽകിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. 30 വയസ്സുള്ള ഈ താരം മെയ് 2026 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ ഇപ്പോൾ ലഗാറ്റോറിന് കഴിയുന്നുണ്ട് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 300ഓളം മത്സരങ്ങൾ അദ്ദേഹം ആകെ കളിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കൂടാതെ മോണ്ടനഗ്രോ ദേശീയ ടീമിന് വേണ്ടി 15 മത്സരങ്ങൾ ആകെ താരം കളിച്ചിട്ടുണ്ട്. അണ്ടർ 19, അണ്ടർ 21 ടീമുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 2011 അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. മോണ്ടനഗ്രൻ ക്ലബ്ബായ FK മോഗനിലാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത്. കരിയറിൽ ആകെ 10 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഡിഫൻസീവിൽ നല്ല സോളിഡിറ്റി നൽകുന്ന ഒരു താരമാണ്, സോളിഡിറ്റി ഉള്ള ഒരു താരമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഏരിയൽ എബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. നല്ല ഉയരമുള്ള ഒരു താരമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ടാക്ടിക്കൽ അവയർനെസ് നല്ല രൂപത്തിലുള്ള ഒരു താരമാണ്. സെന്റർ ബാക്ക് പൊസിഷനിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ടീമിന്റെ ഡിഫൻസീവ് സ്ട്രക്ചറിന് താരം ഒരു ഫ്ലെക്സിബിലിറ്റി നൽകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫൻസ് കൂടുതൽ കരുത്തതാകും എന്നാണ് ഈ താരത്തിന്റെ വരവോടുകൂടി ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.